بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين. كذلك وأورثناها قوما آخرين. فما بكت عليهم السماء والأرض وما كانوا منظرين. ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين. ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1731 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായമായ സൂറത്ത് ദുഖാനിലെ 25 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين. كذلك وأورثناها قوما آخرين. فما بكت عليهم السماء والأرض وما كانوا منظرين. ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين. ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين. صدق الله العلي العظيم. സൂറത്ത് ദുഖാനിലെ 25 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരുന്ന സത്യനിഷേധികളായ ഖുറൈശികളെയും മുശ്രിക്കുകളായ ആ സമൂഹത്തെ പൊതുവായും അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ചരിത്രത്തിലെ ചില സംഭവ വികാസങ്ങൾ വളരെ സംഗ്രഹിച്ച് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് സൂറത്തു ദുഖാനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള ആയത്തുകളിലായിട്ട്. ഫിറഔൻ സമൂഹം മൂസ അലൈഹിസ്സലാമിനോട് ഏതു വിധത്തിലാണ് പ്രതികരിക്കുകയുണ്ടായത് എന്നതാണ് ഇതിനകം വിവരിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. ഫിറഔനുമായുള്ള ആശയ സംവാദത്തിന്റെ തുടർച്ചയായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തെയും കൊണ്ട് ചെങ്കടൽ കടന്ന് മറുകരയിലേക്ക് എത്തുകയായിരുന്നു. മറുകരയിൽ എത്തിയ ആ നേരത്ത് അവർക്ക് നൽകപ്പെട്ട നിർദ്ദേശം സമുദ്രം ആ പിളർന്ന അവസ്ഥയിൽ, അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അല്പനേരം വിട്ടേക്കാനാണ്. അവരെ പിന്തുടർന്നു വരുന്ന ശത്രു സൈന്യം ഫിറഔനും അയാളുടെ സിൽബന്ദികളും ഒക്കെ അടങ്ങിയിട്ടുള്ള
ആ ശത്രു സൈന്യം മുഴുവനായും സമുദ്രത്തിൽ മുങ്ങി മരിക്കട്ടെ എന്നാണ് അള്ളാഹു ആ ഘട്ടത്തില് അവരോട് പറയുകയുണ്ടായത്. ആ സൈന്യം ഒന്നാകെയായി മുങ്ങി മരിക്കുന്ന വിധത്തിൽ സമുദ്രം ആ വരണ്ട ഉണങ്ങിയ പാത ഉള്ള വിധത്തിൽ അല്പനേരം വിട്ടേച്ച് കളഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹം നടന്നു പോയ ആ വഴിയിലൂടെ തന്നെ ഫിറൗനും അയാളുടെ അനുയായികളും അവരുടെ പടുകൂറ്റൻ സൈന്യവുമൊക്കെ അവരെ അനുഗമിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ മധ്യത്തിലേക്ക് എത്തിക്കൊള്ളും. അവര് സമുദ്രമധ്യത്തിലെത്തുന്ന മുറക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സമുദ്രം പിളർന്ന് രണ്ടായി മാറി നിന്ന ആ അവസ്ഥയിൽ നിന്ന് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങും. അങ്ങനെ അവരൊക്കെയും തന്നെ സമുദ്രത്തില് മുങ്ങി മരിക്കാൻ ഇടയാകും. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു വ്യക്തമാക്കി കൊടുത്ത ഒരു കാര്യം. സമുദ്രത്തെ അതിന്റെ പിളർന്നു മാറി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു അടക്കമാണ്, തിരമാലകളെ പിടിച്ചു കെട്ടിയ പോലെയുള്ള ഒരു അടക്കം. ആ അവസ്ഥയിൽ സമുദ്രത്തെ തൽക്കാലത്തേക്ക് വിട്ടേക്കാനാണ്. വത്രുക്കിൽ ബഹ്റ റഹുവ. റഹുവ് എന്ന് പറഞ്ഞാൽ ഹുദൂ എന്നൊക്കെയാണ് അറബിയിൽ. അടങ്ങി ഒതുങ്ങി നിൽക്കൽ, സമാധാനപ്പെട്ട് നിൽക്കൽ, പ്രക്ഷുബ്ധമായിട്ടല്ലാതെ തിരയിളക്കമില്ലാത്ത അവസ്ഥയിൽ. ഇതൊക്കെയാണ് അത് നൽകുന്ന സൂചന. ആ അവസ്ഥയിൽ സമുദ്രത്തെ വിട്ടേക്കുക, ആ സൈന്യം ഒന്നടങ്കം അതിൽ മുങ്ങി മരിക്കട്ടെ. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയുണ്ടായ നിർദ്ദേശം. അതിനെ തുടർന്ന് ബനൂ ഇസ്രായേൽ സമൂഹം വിട്ടേച്ചു പോന്ന ഈജിപ്തിലെ തുടർന്നുള്ള അവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് ഫിറൗനും അയാളുടെ അനുയായികളും ഒക്കെ അയാളുടെ സൈന്യവും ഒന്നടങ്കം കടലിൽ മുങ്ങി മരിച്ചതിനെ തുടർന്ന് സംജാതമായ അവസ്ഥ എന്താണ് എന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. കം തറക്കു മിൻ ജന്നാത്തിൻ വ ഉയൂൻ. അവർ ഈ സൈന്യം, ഫിറൗനും അയാളുടെ സൈന്യവും എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് വിട്ടേച്ചു പോരുകയുണ്ടായത്. അവർ ഈജിപ്തിൽ നിന്ന് മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും ചെങ്കടൽ കടന്നു പോകുന്ന ആ ഘട്ടത്തിൽ അവരെ അനുഗമിച്ച് അവരെ പിന്തുടർന്ന് അവരെ ചേസ് ചെയ്ത് പോരുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയെത്ര ഉദ്യാനങ്ങളെയും അരുവികളെയും ഒക്കെയാണ് അവർ പുറകിൽ വിട്ടേച്ചു പോകുന്നത്. കം തറക്കു മിൻ ജന്നാത്തിൻ വ ഉയൂൻ. കേവലം ഉദ്യാനങ്ങളും ആരാമങ്ങളും അരുവികളും മാത്രമല്ല, വസുറൂഇൻ, ധാരാളം കൃഷിയിടങ്ങൾ, മഖാമിൻ കരീം, വളരെ ആകർഷകമായ മണിമേടകൾ ഒക്കെയും അവര് പുറകിൽ വിട്ടേച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നത്. കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ വസുറൂഇൻ വ മഖാമിൻ കരീം. എത്രയെത്ര ജന്നാത്ത് ആണ്, തോട്ടങ്ങളാണ്, എത്രയെത്ര ഉദ്യാനങ്ങളും ആരാമങ്ങളുമാണ്. അതുപോലെ വഴിയൂൻ, എത്രയെത്ര അരുവികളാണ്, നീർച്ചാലുകളാണ്. മനുഷ്യ ഹൃദയങ്ങളെ തരളിതമാക്കുന്ന, അവരുടെ നയനങ്ങളെ ആനന്ദലഹരിയിൽ ആഴ്ത്തിക്കളയുന്ന കാഴ്ചകളാണ്, അല്ലെങ്കിൽ സംഗതികളാണ് ഇതൊക്കെയും തന്നെ. ഉദ്യാനങ്ങളും അവക്കിടയിലൂടെ കളകള ആരവത്തോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർച്ചാലുകള്, അല്ലെങ്കിൽ അരുവികള്, നദികള്, ഇതൊക്കെയും ഏതൊരു
സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അവരെ ഹൃദയഹാരിയായിട്ട് അവർക്ക് അനുഭവപ്പെടുന്ന, ഒരിക്കലും തന്നെ അവര് വിട്ടേച്ചു പോവുകയില്ലാത്ത, സ്വന്തം എന്ന് വിളിച്ചുകൊണ്ട് അവരെന്നും അതിലേക്ക് ഒട്ടി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന തരം സംഗതികളാണ് ഉദ്യാനങ്ങളും അവയ്ക്കിടയിലൂടെയുള്ള നീർച്ചാലുകളും അതുപോലെയുള്ള വളരെ ആകർഷകമായ മറ്റു പലതും. ജീവിതത്തിനോട് ആഭിമുഖ്യമുള്ള, ജീവിതത്തിലേക്ക് ഒരു തൂക്കമുള്ള തരം ആളുകളൊക്കെയും തന്നെ ഈ സംഗതികൾക്കൊക്കെ വലിയ വില കൽപ്പിക്കും, വലിയ മൂല്യം കൽപ്പിക്കും. എന്ത് പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും അവരതൊക്കെയും അവരുടേതാക്കി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി വലിയ പോരാട്ടങ്ങളൊക്കെ മനുഷ്യൻ നടത്തും. എന്നാൽ ഇവിടെ ഫിറൗനും സംഘവും, ഫിറൗനും അയാളുടെ പടുകൂറ്റൻ സൈന്യവും മൂസ അലൈഹി ഇസ്ലാമിനെ ചേസ് ചെയ്തുകൊണ്ട് ചെങ്കടൽ കടന്ന് പോകാൻ വേണ്ടി സമുദ്രത്തിലേക്ക്, ചെങ്കടലിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവര് വളരെയേറെ ഉദ്യാനങ്ങളും ആരാമങ്ങളും അരുവികളും ഒക്കെ പുറകിൽ വിട്ടേച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് വളരെ പ്രിയപ്പെട്ട തോട്ടങ്ങള്, ഉദ്യാനങ്ങള്, ആരാമങ്ങളൊക്കെയാണ്. അതുപോലെ അവരേറെ അവരുടെ മനസ്സിനെ ആനന്ദിപ്പിച്ചിരുന്ന, ഹൃദയങ്ങളെ ആനന്ദിപ്പിച്ചിരുന്ന തരം അരുവികളുടെ സാന്നിധ്യവും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ട, അവര് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ ഹോം സ്റ്റേറ്റ്സ് ആണ് അവര് വിട്ടേച്ച് അങ്ങ് പോന്നിട്ടുണ്ടായിരുന്നത്. അവര് യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ ലക്ഷ്യങ്ങളുമായി പുറപ്പെടുമ്പോൾ ഇതൊക്കെയും അവര് നഷ്ടപ്പെടുത്തുകയാണ് എന്നത് അവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കം തറഖൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. മനുഷ്യൻ പലപ്പോഴും പോരാടാറുള്ളത് ഇതിനൊക്കെ വേണ്ടിയാണല്ലോ. പക്ഷെ ഇതിന്റെയൊക്കെ അവർക്ക് അതിനോടൊക്കെ ഉണ്ടായിരുന്ന ആ വൈകാരികമായ അടുപ്പവും ഇഷ്ടവും ഒക്കെ, അതൊക്കെ ഇരിക്കെ തന്നെ ഈ ഉദ്യാനങ്ങളെയും അരുവികളെയും ഒക്കെ വിട്ടുകൊണ്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. വസുറൂഇൻ, അതുപോലെ എത്ര കൃഷിയിടങ്ങളാണ്, എത്ര വിളനിലങ്ങളാണ് അവര് വിട്ടേച്ചു പോകുന്നത്. മഖാമിൻ കരീം, എത്ര ആകർഷകങ്ങളായ മണിമേടകളാണ്, അതുപോലെ അവരുടെ വാസസ്ഥലങ്ങളാണ്, വീടുകളും ഭവനങ്ങളും ഒക്കെയാണ് അവര് വിട്ടേച്ചു പോന്നിട്ടുള്ളത്. മഖാമുൻ കരീം എന്ന് പറഞ്ഞാൽ അത്യാകർഷകമായ ഭവനങ്ങൾ, മണിമേടകൾ, വീടുകൾ, അല്ലെങ്കിൽ കൊട്ടാര സമാനമായ അവരുടെ പാർപ്പിടങ്ങൾ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മഖാം എന്ന പദം സൂചിപ്പിക്കുന്നത് നിൽക്കുന്ന ഇടം, സ്റ്റേഷൻ എന്നൊക്കെയാണ്. അവര് സ്ഥിരവാസം നടത്തിയിരുന്ന അവരുടെ ഇടങ്ങളാണ്, ഭവനങ്ങളാണ്, വീടുകളാണ്, കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നത് വ്യക്തമാണ്. അത് വളരെ ആകർഷകവുമാണ്. മഖാമുൻ കരീം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കരീം എന്നത് വലിയ ഡിഗ്നിറ്റി തോന്നുന്ന ഒരു സംഗതിക്കാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. അത് ആഢ്യത്വവും അതുപോലെ പ്രമാണിത്വവും ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള അതിന്റെ ഔട്ട്ഫിറ്റുകളാണ്, ബാഹ്യ ലക്ഷണങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വീടുകൾ, അങ്ങനെയൊക്കെയുള്ള ആകർഷകമായ വാസസ്ഥലങ്ങൾ, അവരുടെ മണിമേടകൾ, ഇതൊക്കെ അങ്ങനെയുള്ള എത്ര എണ്ണം പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവര് പോന്നിട്ടുണ്ടായിരുന്നത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അതുപോലെ എന്തെല്ലാം വേറെ അനുഗ്രഹങ്ങളാണ്. അവരതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നല്ലോ. അവരതൊന്നും അടുത്ത് ഉപേക്ഷിച്ചവരല്ല. അതിലൊക്കെ വലിയ ആസ്വാദനം അനുഭവിച്ചിരുന്ന ആളുകളാണ്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവര് വലിയ അനുഗ്രഹങ്ങൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ തന്നെ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവർക്ക് അതിൽ വലിയ ആനന്ദമുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിഅമത്തുകളും പലതും, അങ്ങനെയുള്ള സമൃദ്ധിയുടെയും അതുപോലെ ഐശ്വര്യത്തിന്റെയും ഒക്കെ ലക്ഷണമായിട്ടുള്ള പല നിഅമത്തുകളും പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവര് പുറപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നത്. കദാലിക, അങ്ങനെയാണ്
അവരൊടുങ്ങിത്തീർന്നത്. ഇതൊക്കെയാണ് അവർക്കുണ്ടായ പര്യവസാനം. കദാലിക, ഇതാണ് സംഭവിച്ചത്. ഒരു ഭാഗത്ത് അവരുടെ എന്നെന്നും അവരുടേത് എന്ന് അവരാഗ്രഹിച്ചിരുന്ന, അഭിലഷിച്ചിരുന്ന അവരുടെ ഉദ്യാനങ്ങൾ, അവരുടെ അരുവികൾ, കൃഷിയിടങ്ങൾ, വാസസ്ഥലങ്ങൾ, ഇതൊക്കെയും തന്നെ പുറകിലിട്ടേച്ചുകൊണ്ടാണ് അവർ പോന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ, അതിലൊക്കെയും അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. അപ്പൊ അവര് വളരെ ആനന്ദത്തോടു കൂടി അനുഭവിച്ചിരുന്ന ജീവിത ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പുറകിൽ വിട്ടേച്ചുകൊണ്ടാണ് അവര് പുറപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഒരു ഭാഗത്ത് അതൊക്കെയും അവരുടേതല്ലാതായി, മറുഭാഗത്ത് അവര് സമുദ്രത്തില് മുങ്ങി ഒടുങ്ങിപ്പോയി. ഇതാണ് ആ ദുരന്തത്തിന്റെ രണ്ട് മുഖങ്ങൾ. ഒന്ന്, അവര് വിട്ടേച്ചു പോന്ന ആ ഇടങ്ങളൊന്നും തന്നെ പിന്നീട് അവരുടേതാവുന്നില്ല. അങ്ങനെയാണ് ചില കാഴ്ചകൾ. നമ്മൾ പലപ്പോഴും അങ്ങനെ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അതിന്റെ ഉടമകളായിരുന്ന, അവകാശികളായിരുന്ന, അതൊക്കെ തങ്ങളുടേതെന്ന് വലിയ അഭിമാനത്തോടു കൂടി ശിരസ്സുയർത്തി പറഞ്ഞിരുന്ന ആളുകൾ ചില ദുരന്തങ്ങൾ നേരിടേണ്ടി വരുന്നതോടെ അതൊന്നും തന്നെ അവരുടേതല്ലാതായി മാറുകയാണ്. വളരെ പെട്ടെന്നാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും ദ്രോഹിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി അവരെ പിന്തുടർന്ന് ചെങ്കടലിലെ രൂപപ്പെട്ട ആ ഉണങ്ങി വരണ്ട ആ പാതയിലൂടെ നടക്കാൻ തുടങ്ങിയ ആ കൂട്ടര് ഒരു ഭാഗത്ത് സമുദ്രത്തിൽ അവര് മുങ്ങി ഒടുങ്ങുന്നു, മറുഭാഗത്ത് അവരുടേതെന്ന് അവർ 1000 വട്ടം അഭിമാനിച്ചിരുന്ന ഇടങ്ങളും കൃഷിയിടങ്ങളും വാസസ്ഥലങ്ങളും അതുപോലെയുള്ള ജീവിത ഐശ്വര്യങ്ങളും ഒക്കെ തന്നെ അവരുടേതല്ലാതായി മാറുകയും ചെയ്യുന്നു. കദാലിക, ഇങ്ങനെയാണ് അവരുടെ പര്യവസാനം ഉണ്ടായത്. കദാലിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ എന്നൊക്കെ അർത്ഥമുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞു വെക്കാൻ, അവസാനിപ്പിക്കാൻ കഴിയില്ല. മലയാള ഭാഷയിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒടുക്കം സംഭവിച്ചത് എന്നൊക്കെ അതിനോട് ചേർത്ത് പറയേണ്ടി വരും. അതാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ ഭാഷാപരമായ ഒരു ശൈലി, അതിന്റെ ഒരു രചനാപരമായ ശൈലി, വായനക്കാരൻ അതിൽ ചിലതൊക്കെ സന്ദർഭോചിതമായി ചേർത്ത് വെച്ച് വായിച്ചു കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള ഒരു പദമാണ് കദാലിക എന്നത്. അല്ലെങ്കിൽ അതവിടെ മുറിഞ്ഞു കിടക്കുന്ന പോലെ തോന്നും, മുഴുവനാകാത്ത പോലെ തോന്നും. കദാലിക, അത് വായനക്കാരൻ അള്ളാഹു വിട്ടേക്കുകയാണ്. ആ രചനാശൈലിയുടെ വലിയൊരു മികവ് എന്ന് പറയുന്നത് ഒരാൾക്കും തന്നെ ഉറങ്ങിക്കൊണ്ട് ഈ പുസ്തകം, ഈ രചന വായിക്കാൻ കഴിയില്ല എന്നതാണ്. അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുന്ന ഒരാള് പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടു കൂടി ചില സംഗതികൾ ചേർത്ത് വെച്ചുകൊണ്ടേ ഈ വായന മുന്നോട്ട് പോവുകയുള്ളൂ. കദാലിക ഔറസ്നാഹ, അത് കദാലിക എന്നതൊരു പൂർണ്ണവിരാമമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന്റെ പൂർത്തീകരണം ഇവിടെ ആയിക്കഴിഞ്ഞു. കദാലിക, ഇങ്ങനെയൊക്കെയാണ് അവർ ഒടുങ്ങിപ്പോയത്, അവരുടെ പര്യവസാനം ഉണ്ടായത്, അവര് ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ കഥയുടെ അവസാനം ഇങ്ങനെയൊക്കെയാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് അവിടെ. വ ഔറസ്നാഹ എന്നിട്ട് പറയുന്നത് വ ഔറസ്നാഹ ഖൗമൻ ആഖരീൻ, അവയൊക്കെയും നാം വേറെ ഒരു ജനതക്ക് അനന്തരാവകാശമായി നൽകുകയുണ്ടായി. അല്ലെങ്കിൽ അത്തരം ജീവിതാനുഗ്രഹങ്ങളൊക്കെ മറ്റ് ചിലർ അനന്തരമെടുത്തു. ഔറസ്നാഹ, ഇവിടെ പരാമർശിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ കാനൂ ഫീഹ ഫാക്കിഹീൻ എന്ന് പറഞ്ഞല്ലോ. അവർ ആനന്ദം കണ്ടെത്തിയിരുന്ന വേറെ പല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ, അതുപോലെ വിശിഷ്ടമായ അവരുടെ വാസസ്ഥലങ്ങൾ, അവരുടെ മണിമേടകൾ, അവരുടെ കൃഷിയിടങ്ങൾ, അവരുടെ ആരാമങ്ങളും അരുവികളും ഒക്കെ,
ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് മറ്റു പലരുടേതുമായി മാറി. നാം അവയെ വേറെ ഒരു ജനതക്കുള്ള അനന്തരാവകാശമായിട്ട് നൽകുകയുണ്ടായി. വേറെ ഒരു ജനതയെ അവയുടെ അവകാശികളാക്കി മാറ്റി. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ ചേസ് ചെയ്തുകൊണ്ട് പുറപ്പെട്ട ഈ സമൂഹം, ഫിറൗനും അയാളുടെ അനുയായികളും അയാളുടെ സൈന്യവും ഒക്കെ, അത് വലിയൊരു സമൂഹമായിരുന്നു. അവര് അങ്ങനെ അങ്ങ് ചെങ്കടലിൽ ഒടുങ്ങിപ്പോയതിനെ തുടർന്ന് ഈജിപ്തിലെ ഈ ഉദ്യാനങ്ങളും തോട്ടങ്ങളും അരുവികളും അവരുടെ മണിമേടകളും ഒക്കെ പിന്നെ അതിന്റെ അവകാശികളായിട്ട് രംഗത്ത് വന്നത് ആരാണ് എന്നത് ചരിത്രത്തിൽ പരതി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിടെ വേറൊരു സമൂഹത്തെ അവകാശികളാക്കി മാറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് ശ്രദ്ധേയങ്ങളായ നിരീക്ഷണങ്ങൾ ഇത് സംബന്ധമായിട്ടുണ്ട്. പൗരാണിക കാലത്ത് തന്നെ, വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനെ തുടർന്നുള്ള ആദ്യകാലത്ത് തന്നെ ഇത് സംബന്ധമായി വ്യത്യസ്തമായ രണ്ട് നിലപാടുകളോ വീക്ഷണങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. ഫിറൗവിന് ശേഷം അള്ളാഹു ഈജിപ്തിന്റെ അവകാശികളാക്കി മാറ്റിയത് ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ തന്നെ പലായനം ചെയ്യാതെ അവിടെ അവശേഷിച്ചിരുന്ന കുറച്ചു പേരാണ്. അവരെയാണ് അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ അവകാശികളാക്കി മാറ്റിയത് എന്നൊരു നിരീക്ഷണം പ്രമുഖ താബി പണ്ഡിതനായ ഹസനുൽ ബസ്രി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം എല്ലാവരും തന്നെ ഈജിപ്റ്റ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന ഒരു ചരിത്ര വസ്തുത നിലനിൽക്കുമ്പോൾ അവരിൽ ആരെങ്കിലും അവിടെ അവശേഷിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുന്നത് ചരിത്രപരമല്ല എന്നതാണ് ഈ കാര്യത്തിനുള്ള ഒരു ദൗർബല്യം. ഹസനുൽ ബസ്രിയുടെ നിരീക്ഷണം ശരിയാവാനിടയില്ല എന്നത് ആ ഒരു കാരണത്താൽ. കാരണം ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഒരാളും തന്നെ ഈജിപ്തിൽ അവശേഷിക്കുന്ന വിധത്തിലല്ല. അവരെ എല്ലാവരെയും അവരുടെ മാതൃ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നൊരു ദൗത്യമാണ് മൂസ അലൈഹി സ്വലാം നിർവഹിച്ചിരുന്നത്. മറ്റൊരു നിരീക്ഷണം ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈജിപ്തിലെ അവകാശികളായി തീർന്നത് ഖിബ്തി വംശത്തിന്റെ ഒരു പക്ഷേ അധികാരവും അതുപോലെ ശക്തിയും കരുത്തും ഒക്കെ കാണിച്ചിരുന്ന ആ മേലാള വർഗത്തിന്റെ അതിൽ പെടുന്നവരല്ല. ഫിറൗനും കൂട്ടരും അയാളുടെ പ്രവൃത്തികളും ഒക്കെ തന്നെ വലിയൊരു ആഘോഷമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും ചേസ് ചെയ്തുകൊണ്ട് ചെങ്കടലിലേക്ക് പുറപ്പെട്ടത്. അതുകൊണ്ട് ഭരണവർഗം മുഴുവനായിട്ടും അവിടെ ചെങ്കടലിൽ മുങ്ങി ഒടുങ്ങിപ്പോയപ്പോ അവരുടെ കൂട്ടത്തിലെ ദുർബലരായ, താരതമ്യേന ഈ അക്രമങ്ങളിലും അതുപോലെ ധിക്കാരത്തിലും ഒന്നും പങ്കാളികളായിരുന്നില്ലാത്ത ദുർബലരായ ആളുകൾ, അങ്ങനെ അറിയപ്പെടാത്ത പ്രസക്തരായിരുന്നില്ലാത്ത ചില വിഭാഗങ്ങൾ, അങ്ങനെ ഈജിപ്തിൽ അവശേഷിച്ചിരുന്ന ഖിബ്തികളുടെ കൂട്ടത്തിലെ തന്നെ ചില ദുർബല വിഭാഗങ്ങളും അതുപോലെ ഖിബ്തികളല്ലാത്ത വേറെ ചില ആ പ്രാദേശിക മേഖലയിൽ ജീവിച്ചിരുന്ന അത്രയൊന്നും ചരിത്രത്തിൽ ശ്രദ്ധേയരായിരുന്നില്ലാത്ത വേറെ ചിലരും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രരും പാവങ്ങളും ദുർബലരും ഒക്കെ ആയിരുന്ന പല സംഘങ്ങളുമാണ് ഈജിപ്തിൽ അന്ന് അവശേഷിച്ചിരുന്നത്. അവരാണ് പിന്നീട് ഈ ഈജിപ്തിന്റെ സമൃദ്ധിയുടെയും ഈജിപ്തിന്റെ ഈ ഐശ്വര്യത്തിന്റെയും ഒക്കെ അവകാശികളായിട്ട് തുടർന്ന് രംഗത്ത് വരികയുണ്ടായത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ രണ്ടാമത്തെ നിരീക്ഷണത്തിന് ചരിത്രപരമായി വലിയ സാധ്യതയുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹമാണ് അവരിലൊരു വിഭാഗമാണ് ഇതിന്റെയൊക്കെ അവകാശികളായി മാറിയത് എന്ന് സങ്കല്പിക്കുന്നതിന് ചരിത്രപരമായിട്ട് സാധ്യത വളരെ കുറവാണ്. കാരണം ബനൂ ഇസ്രായേൽ സമൂഹം ചെങ്കടൽ കടന്നു പോയതിനു ശേഷം പിന്നീട് ഈജിപ്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് ചരിത്ര രേഖകളൊന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പോ ഈജിപ്തിൽ അവശേഷിച്ചിരുന്ന ദുർബലരായ പല വിഭാഗങ്ങളുമാണ് ഈ അനുഗ്രഹങ്ങളുടെ ഒക്കെ
ഈ ഐശ്വര്യങ്ങളുടെയൊക്കെ ഉടമസ്ഥരായി അവകാശികളായി പിന്നീട് രംഗത്ത് വരികയുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖിരി. കദാലിക ഇങ്ങനെയാണ് അവരുടെ ഒടുക്കം പര്യവസാനം ഒക്കെ ഉണ്ടായത്. വഔറസ്നാഹ ഖൗമൻ ആഖിരി. ഈ അനുഗ്രഹങ്ങളുടെ ഒക്കെ അവകാശികളായിട്ട് നാം മറ്റൊരു കൂട്ടരെ, മറ്റൊരു ജനതയെ, മറ്റൊരു വിഭാഗത്തെ രംഗത്ത് കൊണ്ടുവരികയുണ്ടായി. ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർളു. എന്നിട്ട് അല്ലാഹു ഫിറൗന്റെയും കൂട്ടരുടെയും അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ആകാശമോ അതല്ലെങ്കിൽ ഭൂമിയോ അവർക്കായിട്ട് വിലപിച്ച് കരയുകയുണ്ടായില്ല. അവർക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുകയുണ്ടായില്ല. അങ്ങേയറ്റത്തെ വികാരസാന്ദ്രതയുള്ള സാഹിതീയ മേന്മയുള്ള ഒരു 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 വരിയായിട്ട് അല്ലെങ്കിൽ ഒരു വാചകമായിട്ട് നമുക്കിതിനെ നോക്കിക്കാണാം. ഒരു ഭാഷയിലും ഇത്രത്തോളം ഈ ഇമോഷണൽ ഇന്റൻസിറ്റി പ്രകടിപ്പിക്കുന്ന അട്ടറൻസസ് ഏറെ കാണാൻ കഴിയുകയില്ല. ഫമാ ബഖത്ത് അലൈഹിം, അവർക്കായിട്ട് കരയുകയുണ്ടായില്ല, അവർക്കായിട്ട് വിലപിച്ച് കണ്ണീര് പൊഴിക്കുകയുണ്ടായില്ല. ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നാണ് അർത്ഥം. അസ്സമാഉ വൽ അർളു, ആകാശവും ഭൂമിയും. വലിയ പ്രതാപികളായിരുന്നു, ഐശ്വര്യത്തോടെ ജീവിച്ചവരായിരുന്നു, അധികാരസ്ഥന്മാരായിരുന്നു, വരേണ്യരായിരുന്നു, ഉന്നത കുലജാതരായിരുന്നു, അധികാരത്തിന്റെ സകല വിധത്തിലുള്ള ആ ഗരിമയും കാണിച്ചുകൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അതിഭീകരമായ പതനം അവർക്കുണ്ടായപ്പോ നമ്മളിപ്പോ കാണുന്നുണ്ട് ചില നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. അധികാരവും കരുത്തും ആൾബലവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊരു ഗരിമയും തന്റെ ഇടവും ഗർവവും ഒക്കെ കാണിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോ മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ പോലും കൂട്ടാക്കാതിരിക്കുന്ന ഒരുതരം മാനഹാനി അനുഭവിക്കുന്നവരായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. വലിയ അധികാരവും പ്രതാപവും ഒക്കെ കൈയാളിയിരുന്ന ആളുകൾ പലപ്പോഴും അവരെ അധികാരികളാക്കിയത് അവരെ ശക്തരും അല്ലെങ്കിൽ പദവിയുള്ളവരും ഒക്കെ ആക്കിയത് അവര് പലപ്പോഴും പുച്ഛിച്ചുകൊണ്ട് വിരട്ടി സംസാരിച്ചിരുന്ന ഈ ജനങ്ങളാണ് എന്ന കാര്യം മറന്നുപോവുകയാണ്. ഈ ജനങ്ങളാണ് അവരെ അധികാരസ്ഥന്മാരാക്കിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് മാത്രമാണ് അവര് അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവര് ഓർത്തിട്ടുണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ. എന്തായാലും അത് വളരെ മനസ്സിന് ഉലച്ചിലുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഫിറൗനെയും ഫിറൗന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് അവർക്കായിട്ട് ആകാശമോ ഭൂമിയോ വിലപിച്ച് കരഞ്ഞ് കണ്ണീര് പൊഴിക്കുകയുണ്ടായില്ല. വമാക്കാനു മുള്ളരീൻ, അവർക്കായി ഒരല്പം സമയം ദീർഘിപ്പിച്ച് നൽകപ്പെടുകയും ഉണ്ടായില്ല. അവർക്ക് സമയം നീട്ടിക്കൊടുത്തിട്ടുമില്ല. എന്നാൽ 4 ദിവസം കൂടി ഞാൻ തല ഉയർത്തി ഇവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് ഞാൻ അങ്ങ് പോയിക്കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഔപചാരികമായ ഒരു യാത്രയപ്പൊക്കെ ഗംഭീരമായി നൽകപ്പെട്ടതിന് ശേഷം ഞാൻ പോയിക്കൊള്ളാം എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അവർക്ക് ഒരു നിമിഷം പോലും അള്ളാഹു നിശ്ചയിച്ച അജല് എത്തിക്കഴിഞ്ഞതോടെ പിന്നെ ഒരു നിമിഷം പോലും അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയുണ്ടായില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് തന്നെ ഇത്രയും കാലം പിന്തുണച്ച ആളുകൾക്ക് ഒരു കൃതജ്ഞതയൊക്കെ രേഖപ്പെടുത്തി ഒരു നന്ദി പ്രകടനമൊക്കെ നടത്തി ഔപചാരികമായി ഒരു യാത്ര ചോദിച്ചൊക്കെ പോകാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഒരു നിമിഷം പോലും അവസരം നൽകപ്പെടുകയുണ്ടായിട്ടില്ല. ആകാശവും ഭൂമിയും അവർക്കായി വിലപിച്ചില്ല എന്ന് പറയുന്നത് അവർക്കായിട്ട് കണ്ണീര് പൊഴിക്കുകയോ കരയുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ അർത്ഥഗർഭമായ ഒരു പ്രയോഗമാണ്. എന്താണെന്ന് വെച്ചാൽ ഭൂമിയില് അവരുടെ
അധികാരത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നല്ലോ. അവരൊക്കെയും തന്നെ വലിയൊരു ആശ്വാസത്തിന്റെ നെടുവീർപ്പാണ് അവരിൽ നിന്നിപ്പോ കേൾക്കാൻ പറ്റുന്നത്. അവരാരും കരയല്ല, ആശ്വാസമായി, രക്ഷപ്പെട്ടു, എന്തായാലും ആ അശനീപാതം ഒഴിഞ്ഞു എന്നൊക്കെ പറയുന്ന വിധത്തിലാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഇത്രയും കാലം അവർക്ക് അങ്ങനെ ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പിടാൻ പോലും കഴിയാത്ത വിധത്തിൽ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട്, പേടിച്ച്, ഭയപ്പെട്ട്, അസ്വസ്ഥത ഉള്ളിൽ ഒതുക്കിക്കൊണ്ടൊക്കെ കഴിഞ്ഞിരുന്നവരാണ്. എന്നാൽ ഈ കുരിശ് അങ്ങ് ഒഴിഞ്ഞു കിട്ടി എന്നൊരാശ്വാസത്തിലായിരിക്കും ആളുകൾ അതിനെ തുടർന്നുണ്ടാവുക. അവരാരും മനസ്സറിഞ്ഞ് കരയൂലല്ലോ. അവർക്ക് ആശ്വാസമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം സെബുത്തി വംശത്തിൽ തന്നെ പെട്ടവരാണെങ്കിലും ഫിറൗനീയത്ത് എന്നത് തുല്യതയില്ലാത്ത, മാച്ച്ലെസ് ആയിട്ടുള്ള ഒരു ധിക്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും മനസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെ കുറഞ്ഞ ആളുകളെ ആസ്വദിക്കുന്നുണ്ടാവുള്ളൂ. ചില സ്തുതി പാഠകര് മാത്രമേ അവരുടെ പുറകെ അവരെ സ്തുതിച്ചുകൊണ്ട് അതിലൊരു ആനന്ദം കണ്ടെത്തിയിട്ട് അങ്ങനെ നടക്കുള്ളൂ. അങ്ങനെയുള്ള ചില ചിത്രങ്ങളും നമ്മളിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള ഒരു ഫലിത കാഴ്ചയായിട്ട് അല്ലെങ്കിൽ തമാശ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില സ്തുതി പാഠകര് അങ്ങനെ ഇതേപോലെ ഇറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ രംഗം വിട്ടു പോകുന്ന ഒരു കാഴ്ച. അപ്പോ ഇവരുടെ അധികാരത്തിന്റെയും വരണ്യതയുടെയും അതുപോലെ സ്വേച്ഛാധിപത്യത്തിന്റെ പല രൂപങ്ങളും ആക്കിക്കൊണ്ട് അവരിവിടെ കഴിഞ്ഞുകൂടിയപ്പോ അതിൽ ഞെരിഞ്ഞമർന്നു കഴിഞ്ഞിരുന്ന കുറെ ആളുകൾക്ക് ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പാണ് ഇപ്പോൾ ഉള്ളത്. അവരിൽ ആരിലും കണ്ണീര് പൊടിഞ്ഞതായിട്ട്, അവര് കണ്ണീര് പൊഴിക്കുന്നതായിട്ട് കാണാൻ സാധ്യമല്ല. ഇവരെ സ്തുതിച്ചു നടന്നിരുന്ന ആളുകളും ഇപ്പോ ഒരു തോറ്റമ്പിയ അവസ്ഥയിലാണ്. അവരിൽ പലരും കടലിൽ ഒടുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരാരും തന്നെ അതില് ഒരു ആനന്ദമോ സന്തോഷമോ ഈ അവസ്ഥ വന്നു ചേർന്നതില് അവര് അതിന്റെ പേരിൽ വിലപിക്കുന്ന വിധത്തിൽ ഉണ്ടാവില്ല. അതിലൊരു ആശ്വാസം ഒരുപക്ഷെ ജാള്യതയോടുകൂടി തന്നെ അനുഭവിക്കുന്നവരായിരിക്കും അവര്. അപ്പൊ ഭൂമിയിൽ മനുഷ്യരുടെ പ്രതികരണം ഒരാൾക്ക് പോലും ഈ ഒടുങ്ങിപ്പോയ നേതാവിന് വേണ്ടി കരയാൻ തോന്നുന്ന വിധത്തിലല്ല. ഭൂമിയിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെയല്ല. ഇനി ആകാശത്തുള്ള പ്രതികരണം എന്താണ്? ആകാശത്ത് മലക്കുകള് സാധാരണഗതിയിൽ മനുഷ്യർക്ക് വേണ്ടി, അവരിലെ അർഹരായ ആളുകൾക്ക് വേണ്ടി നിരന്തരം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരാണ് മലക്കുകൾ. അള്ളാഹുവിനോട് ആവർത്തിച്ച് ഭൂമിയിലുള്ള മനുഷ്യരിലെ നന്മയുള്ള ആളുകൾക്ക്, വിശ്വാസികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മലക്കുകൾ. പക്ഷെ മലക്കുകള് ഇവർക്ക് വേണ്ടി വിലപിക്കും, ഇവർക്ക് വേണ്ടി കരയും. ഒരിക്കലും മലക്കുകളുടെ സഹതാപമോ മലക്കുകളുടെ മാനസികമായ പിന്തുണയോ പിടിച്ചുപറ്റാൻ കഴിയുന്നവരായിരുന്നില്ല ഇവർ. അപ്പൊ ആകാശത്തുള്ളവരും അതുപോലെ ഭൂമിയിലുള്ളവരും ഇവർക്ക് വേണ്ടി വിലപിക്കുകയുണ്ടായില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് വലിയ സാഹിതീയമായൊരു വിവരണമാണ് എങ്കിൽ പോലും അതിന് ഭാഷാതലത്തിൽ തന്നെ ചില അർത്ഥ സൂചനകൾ ഉണ്ട് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളരീൻ. അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ വിലപിച്ചില്ല, കരഞ്ഞില്ല, കണ്ണീര് പൊഴിച്ചില്ല. അവർക്ക് സമയം നീട്ടി നൽകപ്പെടുകയും ഉണ്ടായില്ല. വലഖദ് നജ്ജയ്നാ ബനീ ഇസ്രായീല മിനൽ അദാബിൽ മുഹീൻ. ബനൂ ഇസ്രായേലിനെ അവരനുഭവിച്ചു വന്നിരുന്ന അങ്ങേയറ്റം നിന്ദ്യതയുള്ള ശിക്ഷ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ വിധത്തിലാണ് ബനൂ ഇസ്രായേലിനെ നാം അവരനുഭവിച്ചു വന്ന അദാബുൽ മുഹീനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായത്. അല്ല, അദാബുൽ മുഹീൻ എന്ന് പറഞ്ഞ അപമാനകരമായ ശിക്ഷ ഒരു സമൂഹത്തെ, അവരുടെ വ്യക്തിത്വത്തെ തന്നെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള അടിമത്തത്തിന്റെ അവസ്ഥകളിലേക്ക് തള്ളിവിട്ടാൽ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ശിക്ഷ. ഈ രാജ്യത്ത് മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ പലപ്പോഴും അങ്ങനെയുള്ള ഒരു
ശിക്ഷയോ അല്ലെങ്കിൽ ദുരനുഭവമോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു. തല ഉയർത്തി തന്റെ ഇടത്തോടുകൂടി സ്വന്തം സ്വത്വത്തിനെ പേരിൽ അഭിമാനിച്ചുകൊണ്ട് നിലകൊള്ളാൻ ഒരു സമൂഹത്തിന് സാധിക്കാതെ പോകുന്നു എന്നത് ഒരു വലിയ ദുരന്തമാണ്. ഏറ്റവും അവരെ അപമാനിതരാക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അതിലൊന്നും സംശയമില്ല. മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ രാജ്യത്ത് പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അവരുടെ ഐഡന്റിറ്റിയുടെ പേരിൽ, അവരുടെ മേൽവിലാസത്തിന്റെ പേരിൽ അവര് പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന, പലപ്പോഴും അടിമ തുല്യമായ അവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം. അപ്പോ ബനൂ ഇസ്രായേൽ സമൂഹത്തെ നാം അത്തരം അദാബുൽ മുഹീനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ വിധത്തിൽ. എന്ന് വെച്ചാൽ മിം ഫിറൗനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഫിറൗനായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അദാബുൽ മുഹീൻ. അങ്ങനെ ഒരുവൻ അവരുടെ അധികാരിയായി, ഭരണാധിപനായി എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായിരുന്ന ശിക്ഷ. ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ ഇവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോ മിം ഫിറൗനിൽ നിന്ന് എന്ന് പറഞ്ഞ ഫിറൗനാണ് അവരുടെ അൽ അദാബുൽ മുഹീൻ. ഫിറൗനും അയാളുടെ കാരണത്താലും അയാളുടെ സാന്നിധ്യത്താലും ഒക്കെയുള്ള അനുഭവങ്ങളും. ഇന്നഹു ഖാന ആലിയം മിനൽ മുസ്രിഫീൻ. എന്തായിരുന്നു ഫിറൗന്റെ അവസ്ഥ? അവൻ മുസ്രിഫുകളിൽ, അതിരും പരിധിയൊക്കെ വിട്ട് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ വലിയ തലയെടുപ്പ് കാണിച്ചിരുന്നവനാണ്. ആലിയൻ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നവൻ എന്നാണ്. ഉലുവ്, ഉയർച്ചയാണല്ലോ കാണിക്കുന്നത്. അപ്പൊ ഇന്നഹു ഖാന ആലിയം മിനൽ മുസ്രിഫീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഫിറൗൻ എന്തായിരുന്നു അയാളുടെ അവസ്ഥ? മുസ്രിഫുകളുടെ കൂട്ടത്തില് വലിയ ഉയർന്നു നിന്നിരുന്ന, തലയെടുപ്പ് കാണിച്ചിരുന്നവനാണ്. ലോകത്തെമ്പാടുമുള്ള ഫാഷിസ്റ്റുകളുടെയും സ്വേച്ഛാധിപതികളായ ധിക്കാരികളായ ഭരണാധികാരികളുടെയും കൂട്ടത്തില് സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നിലക്കൊണ്ട, അങ്ങനെയുണ്ടല്ലോ ഇപ്പോ നമ്മൾ വേൾഡ് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ചിലരെ കാണുന്നുണ്ട്. അവര് സകല അന്തർദേശീയ നിയമങ്ങളെയും യുണൈറ്റഡ് നേഷൻസിന്റെ പോലും മാർഗദർശനവും നിർദ്ദേശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ധിക്കാരപരമായി വേറെ ചില രാജ്യങ്ങളുടെ മേൽ ഇടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അയാളുടെയോ അയാളോടൊപ്പം ഉള്ളവരുടെയോ പ്രവർത്തനങ്ങൾക്ക് യാതൊരു നിയമസാധ്യതയും ഉണ്ടാവുകയില്ല. സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടും ധിക്കരിച്ചുകൊണ്ടുമാണ് സ്വേച്ഛാധിപത്യപരമായ വിധത്തില് ചിലർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് മുസ്രിഫുകൾ എന്ന് പറയാം. ഒരു നിയമവും ഒരു വ്യവസ്ഥയും ഒന്നും അവർക്ക് ബാധകമല്ല, ഒരു ഉടമ്പടിയും അവർക്ക് ബാധകമല്ല എന്ന വിധത്തിൽ ഉടമ്പടികളെ കാറ്റിൽ പറത്തി ധിക്കാരം ചെയ്തുകൊണ്ട്, ചതിയും വഞ്ചനയും ചെയ്തുകൊണ്ട്, തോന്നിയ വിധത്തില് തനിക്കൊരു നിയമവും ബാധകമല്ല എന്ന വിധത്തില് ദൈവിക നിയമങ്ങളെയോ ദൈവിക ശാസനകളെയോ പോലും വളരെ നിസ്സാരമായി ലംഘിച്ചുകൊണ്ട് സ്വേച്ഛാധിപതികളായി ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെയാണ് മുസ്രിഫുകൾ എന്ന് പറയാം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലെ വലിയ തലയെടുപ്പ് കാണിച്ചിരുന്നവനാണ് ഇവൻ ഫിറൗൻ എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. വലഖദ് ഇഖ്തർനാഹും, എന്നാൽ ബനൂ ഇസ്രായേലിനെ നാം അവരിൽ നിന്ന്, അയാളിൽ നിന്ന് അങ്ങനെയുള്ള കടുത്ത മാനഹാനി ഉണ്ടാക്കുന്ന അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. എന്നിട്ടോ അവരെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അലാ ഇൽമിൻ അലൽ ആലമീൻ. എന്താണ് ചെയ്തിട്ടുള്ളത്? അലാ ഇൽമിൻ, തികഞ്ഞ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബനൂ ഇസ്രായേലിനെ നാം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ലോകത്തെ ഇതര സമൂഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വേദസമൂഹത്തിന്റെ, വേദ പാരമ്പര്യമുള്ള, വേദജ്ഞാനമുള്ള ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ദൈവികമായ വളരെ സമുന്നതമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പറയും പലയിടത്തും ഖുർആൻ അത് പറയുന്നുണ്ട്. ബനൂ ഇസ്രായേലിനെ നിരന്തരമായി അവർക്ക് പ്രവാചകന്മാരെ അയച്ചു കൊടുത്തുകൊണ്ടും വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ടും ലോകരുടെ മേൽ ശ്രേഷ്ഠത നൽകിക്കൊണ്ട് അവരെ വലിയ ചുമതലയും ദൗത്യവും ഒക്കെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അതിനുവേണ്ടിയാണ് അവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും തുടരെയും അവര് ആ ഔന്നത്യം നിലനിർത്തുന്ന പ്രതിബദ്ധത കാണിക്കുകയുണ്ടായില്ല. അതുകൊണ്ടാണ് അവര് ചരിത്രത്തിലുടനീളം ദൈവിക പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വലക്കത് ഇഖ്തർനാഹും, ബനു ഇസ്രായേലിനെ നാം ഈ വിധത്തില് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അലാ ഇൽമിൻ, തികഞ്ഞ ബോധത്തോടുകൂടി, അറിവിന്റെ അടിസ്ഥാനത്തിൽ, അവരെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അലൽ ആലമീൻ, ലോകരുടെ മേൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ട് നാം അവരെ ചില ദൗത്യങ്ങൾക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആതൈനാഹും മിനൽ ആയാത്ത്, അവർക്ക് ചില ദൈവിക ദൃഷ്ടാന്തങ്ങളും നാം നൽകിയിട്ടുണ്ടായിരുന്നു. മാ ഫീഹി ബലാഉം മുബീൻ, അതിൽ വളരെ വ്യക്തമായ ചില പരീക്ഷണങ്ങളും നാം അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തിന് മൂസ അലൈഹി ഇസ്ലാം മുഖേനയും മൂസ അലൈഹി ഇസ്ലാമിന്റെ മുമ്പും ശേഷവും ഒക്കെ തന്നെ ദൈവികമായ പല ദൃഷ്ടാന്തങ്ങളും അവരുടെ വിശ്വാസപരമായ ദാർഢ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദൃഷ്ടാന്തത്തിനോടൊപ്പവും അവർക്ക് അള്ളാഹു ഒരു പരീക്ഷണവും വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകമായ ഭക്ഷ്യവിഭവങ്ങള് മണലാരണ്യത്തിൽ ലഭ്യമാക്കിക്കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിച്ചു. കൂടെ ഒരു പരീക്ഷണവും കൊടുത്തു. അത് എന്നിട്ട് അവർ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് കക്കരിക്ക വേണം, പയറ് വേണം, ഉള്ളി വേണം, അങ്ങനെയുള്ള പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവർക്ക് വലിയ പരീക്ഷണമായി മാറി. ആവശ്യത്തിലേറെ മത്സ്യസമ്പത്ത് അവർക്ക് ലഭ്യമായിരുന്നതാണ്. അള്ളാഹു ഒരു പരീക്ഷണവും കൂടെ കൊടുത്തു. ശനിയാഴ്ച ശബ്ബത്ത് ദിനത്തില് മത്സ്യം അവരുടെ കൺമുന്നിൽ വലിയ വലിയ മത്സ്യങ്ങൾ കിടന്ന് പുളയ്ക്കുന്ന ഒരു കാഴ്ച. ആ പരീക്ഷണത്തിലും അവര് അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിലും അവര് തോറ്റമ്പുകയാണ് ഉണ്ടാകുന്നത്. അതുപോലെയുള്ള എല്ലാ ആയാത്തുകളും അല്ലെങ്കിൽ എല്ലാ നിഅമത്തുകളും അവർക്ക് നൽകപ്പെട്ടപ്പോഴും അതിനോടൊപ്പം തന്നെ അള്ളാഹു അവരുടെ ഈമാന്റെ ദാർഢ്യത പരിശോധിക്കുന്ന വിധത്തിലുള്ള പരീക്ഷണവും നൽകിയിട്ടുണ്ടായി. വാതൈനാഹും മിനൽ ആയാത്ത്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് നൽകി. മാ ഫീഹി ബലാഉൻ മുബീൻ, അവയിലൊക്കെയും തന്നെ അവർക്ക് വളരെ തെളിമയുള്ള പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കി പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ദുഖാനിലെ 25 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.